വടക്കൻ കേരളത്തിൽ 2 അപകടങ്ങളിലായി വിദ്യാർത്ഥികളടക്കം 5 പേർ മുങ്ങി മരിച്ചു. കാസർഗോഡ് എരഞ്ഞിപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ 3 കുട്ടികളുടെയും ജീവൻ രക്ഷപ്പെടുത്താനായില്ല. കണ്ണൂരിൽ ചരൽപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് 2 പേർ മരിക്കുകയായിരുന്നു. കാസർഗോഡ് എരിഞ്ഞിപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥികളാണ് ഒഴുക്കിൽപ്പെട്ടത്. 17 വയസ്സുകാരൻ റിയാസ്, 13കാരൻ യാസിൻ, സമദ് എന്നിവരാണ് മരിച്ചത്. നീന്തൽ അറിയാത്ത റിയാസ് കുളിക്കാനിറങ്ങിയപ്പോൾ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. റിയാസിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് മറ്റു 2 പേരും അപകടത്തിൽപ്പെട്ടത്. വിവരമറിഞ്ഞെത്തിയ പ്രദേശവാസികളാണ് ആദ്യം തെരച്ചിൽ നടത്തിയത്. തുടർന്ന് റിയാസിനെ കണ്ടെത്തി. എന്നാൽ ആശുപത്രിയിൽ എത്തിക്കുന്നതിനിടെ മരണം സംഭവിക്കുകയായിരുന്നു. തുടർന്ന് സ്കൂബ ടീം നടത്തിയ തിരച്ചിലിൽ മറ്റ് 2 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. സംഭവിച്ചത് അവർ കുളിക്കാനിറങ്ങിയതാണ്. ഒരാൾ കുളിക്കാനിറങ്ങിയപ്പോൾ ഇങ്ങനെ നീന്താൻ അറിയാത്ത ആളാണ് ഇറങ്ങിയത്. പക്ഷെ അന്നേരം മറ്റു കുട്ടികൾ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇറങ്ങിയതാണെന്ന് പറഞ്ഞിട്ട്. ഇവിടെ മുമ്പേ 1984 ഒരു തോണി അപകടത്തിൽ ഒരു 5 പേര് മരിച്ചിരുന്നു. ഒരു അധ്യാപകനടക്കം. അത് മഴക്കാലത്താണ് തോണി മറിഞ്ഞിട്ടാണ് മരിച്ചത്. അടിയൊഴുക്കാണ്. ഇപ്പോൾ അടിയൊഴുക്കിൻ്റെ കണ്ണൂർ കിളിയന്തറ ചരൽപ്പുഴയിലാണ് 2 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചത്. കൊറ്റാളി സ്വദേശിയായ 9 വയസ്സുകാരൻ ആൽവിൻ, അയൽവാസിയായ വിൻസെന്റ് എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽപ്പെട്ട ആൽവിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് വിൻസെന്റും പുഴയിൽ പോയത്. നാട്ടുകാർ ഏറെ നേരം നടത്തിയ തിരച്ചിലിൽ വിദ്യാർത്ഥികളുടെ മൃതദേഹം കണ്ടെടുക്കുകയായിരുന്നു. ന്യൂസ് മലയാളം, കാസർഗോഡ്, കണ്ണൂർ.